ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും തടിയും വയറൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തിരഞ്ഞു നടക്കുന്നവർക്കും ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ഓട്സ്, റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കാതെ അങ്ങനെയും ഓട്സ് ഇട്ടിട്ടും ചെയ്തെടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല പൊടിക്കണമെന്ന്. ഇനി ഇതിലേക്ക് 1/2 കപ്പിന് താഴെയായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഓട്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ, ഒന്നെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തക്കാളി കുരുവൊന്നും ഇല്ലാതെ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും, അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ സവാള ഇതൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന പാനിനനുസരിച്ചും സ്റ്റൗവിൻ്റെ ചൂടിനനുസരിച്ചൊക്കെ ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മുകൾ ഭാഗം റെഡിയായിട്ട് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഓട്സ് ഓംലെറ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായി ഇനി വരാം. താങ്ക്